പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നവംബർ 14. ദിവസത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ശിശുദിനമാണിന്ന്. എല്ലാ സ്കൂളിലൊക്കെ ഭയങ്കര കുട്ടികളൊക്കെ ആഘോഷിക്കുന്നു. അതായത് നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്ന നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ നെഹ്റുവായിട്ട് ഗാന്ധിജിയായിട്ടൊക്കെ നമ്മൾ വേഷം ചെയ്ത് നമ്മൾ റാലിയൊക്കെ, അതായത് സ്കൂളിൻ്റെ ഒരു 10 മീറ്ററൊക്കെ പോകുമായിരിക്കും അല്ലേ, ഒരു കവലയുടെ അവിടെ തൊട്ട് നമ്മൾ സ്കൂളിൽ വരെ നമ്മൾ റാലിയായിട്ട് വരികയും പിന്നെ സ്കൂളിൽ പല പല പരിപാടികളും ഒക്കെ നടത്തുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്ന ഈ ഒരു നിമിഷത്തിൽ. പിന്നെ കുഞ്ഞുങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ആളാണ് നമ്മുടെ നെഹ്റു. അതായത് ചാച്ചാജി എന്ന് നമ്മൾ സ്നേഹത്തോടെ എല്ലാവരും വിളിക്കുന്നത് അദ്ദേഹത്തെ. രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലാണ്. തിരക്ക് പിടിച്ച ജീവിതവേളയിലും കുട്ടികൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന ആളായിരുന്നു നമ്മുടെ ചാച്ചാജി. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചാച്ചാജിയായ നെഹ്റുവിൻ്റെ ഓർമ്മകൾ അലയടിക്കുന്ന നവംബർ 14 കുരുന്നുകളും അദ്ദേഹത്തിൻ്റെ വേഷമാണ്. ഇപ്പം കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ അടിയായിരിക്കും വീട്ടിൽ. തലേദിവസം പറയും എനിക്ക് ചാച്ചാജിയാണോ ചാച്ചാജി. അപ്പം ഞങ്ങളുടെ അവിടുത്തെ പിള്ളേരൊക്കെ പറയുന്നത് കേൾക്കാം, എന്താണ് ഞങ്ങളുടെ സ്കൂളിൽ നാളെ പരിപാടിയാണ്, അപ്പം എന്നെ അതിനകത്ത് ചാച്ചാജിയായിട്ട് തൊപ്പിയൊക്കെ വെച്ച് ഡ്രോസപ്പൊക്കെ വെച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസം. എന്നിട്ട് ഒരുങ്ങിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഓടി വരും, ചേച്ചി ഞങ്ങളിതിങ്ങനെ ഒരുങ്ങിയെന്നും പറഞ്ഞ്. തൊപ്പിയും ശുഭ്രവസ്ത്രവും പനിനീർ പൂ നെഞ്ചോട് ചേർത്തും കുരുന്നുകളെത്തുമ്പോൾ രാജ്യം ചാച്ചാജിയുടെ സ്മരണയിലമരും. പ്രകൃതിയും മനുഷ്യരും ഇണങ്ങി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം കുട്ടികൾക്ക് പകർന്നു നൽകിയ വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. കുട്ടികൾ പൂന്തോട്ടത്തിലെ മുകുളങ്ങൾ പോലെയാണ്. അവർ രാഷ്ട്രത്തിൻ്റെ ഭാവിയും നാളത്തെ പൗരന്മാരുമാണ്. അവരെ ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും വളർത്തിയെടുക്കണം, നെഹ്റു എപ്പോഴും പറയുമായിരുന്നു. മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മളിന്ന് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത്. ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പം നമുക്കൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നൊരു ദിവസം. ചില എന്താ പറഞ്ഞാൽ നമ്മൾ ഗാന്ധി ജയന്തിയൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് ഒരു ഇതിൽ നമ്മൾ വരില്ല. കാരണം എനിക്ക് ഗാന്ധിജിനേക്കാളും ഇഷ്ടം കൂടുതലൊന്നും കൂടെ നെഹ്റുവിനെയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ശിശുദിനമാണ്. സ്കൂളിലൊക്കെ നല്ല ഭയങ്കര പരിപാടിയൊക്കെ ആയിരിക്കും. എന്തായാലും ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയത് ശിശുദിനം പറഞ്ഞുകൊണ്ടാണ്. പിന്നാണെങ്കിൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ BJP-കാരും കുറേ ഇത് പറയുന്നുണ്ട്. അദ്ദേഹം ആദ്യത്തെ പ്രസിഡന്റ് ഒന്നുമല്ല, ആദ്യത്തെ പ്രധാനമന്ത്രി അല്ല, അവസാനത്തെ വൈസ്രോയി ആണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ പല തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് BJP-ക്ക്. അതായത് BJP-കാർ പറയുന്നത് 6 പതിറ്റാണ്ട് മുമ്പ് മരിച്ച ജവഹർലാൽ നെഹ്റു ആണെന്നാണ് അവർ, അതായത് അവരുടെ ശത്രു, അവരുടെ പ്രധാന എതിരാളി നമ്മുടെ ചാച്ചാജി ആണെന്നാണ് BJP-കാർ പറയുന്നത്. പ്രധാന കാരണം ഒരു സെക്യുലറിസ്റ്റ് ആയിരുന്നു എന്നതാണ്. സെക്യുലറിസത്തെ മതനിരപേക്ഷം എന്ന നിർവചനത്തിനപ്പുറം ലോകൈകം, ഏകോദര സാഹോദര്യം എന്ന വിശാല നിലപാടിൽ നെഹ്റു കണ്ടിരുന്നു. RSS ആകട്ടെ പതിവ് പോലെ നേരിട്ടുള്ള ആശയ സമ്പാദനത്തിന് മുതിരാതെ ഇന്ത്യയിലുണ്ടായതും നിലനിൽക്കുന്നതുമായ എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദി നെഹ്റുവാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇന്ത്യ വിഭജനം, പാകിസ്ഥാൻ പ്രശ്നം, ചൈനയുമായുള്ള സംഘർഷം, കശ്മീർ പ്രതിസന്ധി, കാർഷിക മുരടിപ്പ്, വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, ദാരിദ്ര്യം എന്നിങ്ങനെ ഏതാണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദി നെഹ്റു ആണെന്നാണ് BJP-കാർ പ്രചരിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല BJP-യുടെ നിയന്ത്രണത്തിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേര് തന്നെ ഡിസ്മാൻറ്റലിംഗ് നെഹ്റു ദ ലാസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ല, അവസാനത്തെ വൈസ്രോയ് ആണെന്നാണ് പറയുന്നത്. ഇവയ്ക്കൊപ്പം രജനീകാന്ത് പുരാണൈ എന്നയാൾ നെഹ്റു ഫ്ലൈസ് 127 ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടേഴ്സ് എന്നൊരു ഗ്രന്ഥവും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 97 വിഡ്ഢിത്തങ്ങളാണ് ഉണ്ടായിരുന്നത്. നേരത്തെ ഇതിൽ 97 വിഡ്ഢിത്തങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ പുതുതായിട്ട് 30 എണ്ണം കൂടി ചേർത്തിരിക്കുന്നു എന്നത് ഇതോടൊപ്പം നമുക്ക് കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പം ഈ BJP-കാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണം, പക്ഷെ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെയുണ്ട്. നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അപ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ
ശിശുദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എല്ലാം തെരഞ്ഞെടുപ്പുമായിട്ട് സംബന്ധിച്ചാണ്. ഇന്നലെയായിരുന്നു നമ്മുടെ വയനാട് ചേലക്കര തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഒരു പ്രശ്നം പൊട്ടിമുളച്ച് വന്നിരിക്കുകയാണ്. EP ജയരാജൻ്റെ ഇലക്ഷൻ ബോംബെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം പ്രശ്നമായി വന്നിരിക്കുന്നത്. അതായത് EP ജയരാജൻ്റെ ആത്മകഥ, പോളിംഗ് ദിവസം CPM പ്രഹരം, വട കൊടുത്ത് അടി, അങ്ങനെയാണ് മനോരമയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കേരളകൗമുദിയിൽ EP-യുടെ 2ാം ഇലക്ഷൻ ബോംബെന്നും പറഞ്ഞാണ്. ദീപികയ്ക്കകത്ത് നാഥനില്ല കഥ. എന്താ സംഭവം അല്ലേ? ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിൽ സർക്കാരിനെയും CPM-നെയും പ്രതിസന്ധിയിലാക്കി പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ ബോംബ്. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരുള്ള പുസ്തകത്തിൽ 2ാം പിണറായി സർക്കാർ ദുർബലമെന്ന് വരെ പരാമർശമുണ്ട്. പുറത്തു വന്ന അതായത് അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം. അതിൽ എഴുതിയിരിക്കുന്നത് 2ാം പിണറായി സർക്കാരിന്റെ ഭരണം ദുർബലമാണെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മാസികയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. EP ജയരാജൻ അവകാശപ്പെട്ടെങ്കിലും കുറച്ചു കാലമായി ആത്മകഥ എഴുതി വരുന്നുണ്ടെന്നും 200ഓളം പേജ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ 200ഓളം പേജ് അദ്ദേഹം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ കാര്യം അതിൽ എഴുതിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു മാധ്യമ പ്രവർത്തകനെ ഏൽപ്പിച്ചെന്നും പ്രസിദ്ധീകരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് വിശദീകരണം. പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നലെ രാവിലെ 10:30 നടത്തുമെന്ന് പ്രസാധകരായ DC ബുക്സ് വ്യക്തമാക്കിയിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചു. അപ്പം അദ്ദേഹം ഇതൊരു മാധ്യമ പ്രവർത്തകനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ DC ബുക്സിനായിരുന്നു ഇതിൻ്റെ പ്രകാശനം കൊടുത്തിരുന്നത്. അപ്പോൾ ഇന്നലെ ആയിരുന്നു അത് പ്രകാശനം ചെയ്യാനിരുന്നത്. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം പൊട്ടിമുളച്ച് വന്നതുകൊണ്ട് പ്രകാശനം ഇന്നലെ നടന്നിട്ടില്ല. പിന്നെ അദ്ദേഹം എഴുതിയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചെന്നും ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുമെന്നാണ് അവരുടെ വിശദീകരണം. ആത്മകഥ ചോർച്ചയിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച ജയരാജൻ അന്വേഷണം ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ച് അദ്ദേഹം അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എഴുതിയത് അദ്ദേഹം ഇടഞ്ഞു നിന്നപ്പോഴാണ്, പുറത്തായത് ഇണങ്ങി കഴിഞ്ഞപ്പോൾ. BJP നേതാവ് പ്രകാശ് ജാവഡേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പേരിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നടപടി നേരിട്ടാൽ പുറത്തുവിടാമെന്ന് കരുതി തയ്യാറാക്കിയ ഭാഗമാണ് ഓർക്കാപ്പുറത്ത് പുറത്തായതെന്നാണ് വിവരം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട ശേഷം പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ നിന്ന സമയത്താണ് ആത്മകഥയിൽ കൂട്ടിച്ചേർക്കാനായി വിവാദ ഭാഗങ്ങൾ എഴുതിയത്. കഴിഞ്ഞ മാസം 18-ന് P. സരിനെ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയാക്കിയത് സംബന്ധിച്ച വിലയിരുത്തൽ വരെ പുസ്തകത്തിലുണ്ട്. ഈ മാസം ആദ്യം ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. മുൻപേ തയ്യാറാക്കി വെച്ച ബോംബ് ഇതിനിടെ ഇന്നലെ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് സൂചന. അപ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നലെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഇത്, ഈ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ വന്നത് എന്നാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ദുർബലമായ സർക്കാരിൽ തിരുത്തലുകൾ വേണം. അപ്പം 2ാം പിണറായി സർക്കാരിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം ദുർബലമായ സർക്കാരിൽ തിരുത്തലുകൾ വേണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെ, എനിക്ക് പറയാനുള്ളതൊന്നും കേൾക്കാതെയാണ് പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വലിഞ്ഞു കയറിയ P. സരിൻ വയ്യാവേലിയാകുമെന്നതിന് അൻവർ ഉദാഹരണം. അപ്പൊ സരിനാണെങ്കിൽ വലിഞ്ഞു കയറി വന്നതാണ്. ശരിയാണ്, അദ്ദേഹം പാർട്ടി മാറി വന്നതാണല്ലോ. ഒരു 2 രാത്രി കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ചാടിയ ആളാണ്. അപ്പോൾ വലിഞ്ഞു കയറി വന്ന സരിൻ ഒരു വയ്യാവേലിയാകും, അതിന് ഉദാഹരണമാണ് അൻവർ എന്നും പറയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പാർട്ടിക്ക് വലിയ വീഴ്ച. ഇപ്പൊ പാർട്ടിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സാന്റിയാഗോ മാർട്ടിനുമായി ചർച്ച നടത്തിയത് പാർട്ടി മുഖപത്രത്തിന്റെ മാർക്കറ്റിംഗ് മേധാവി വേണുഗോപാൽ. അപ്പോൾ എന്തായാലും ഇതാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം DGPക്കാണ് പരാതി നൽകിയിട്ടുള്ളത്.
എന്തായാലും പിന്നെ DC ബുക്സ് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആത്മകഥാ വിവാദത്തിൽ DC ബുക്സിന് EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചു. DC ബുക്സ് പുറത്തുവിട്ട ആത്മകഥ എന്ന ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും മാപ്പ് പറയണമെന്നുമാണ് EP ജയരാജൻ അഡ്വക്കേറ്റ് K വിഷൻ മുഖേന അയച്ച നോട്ടീസിലുള്ളത്. അപ്പൊ അദ്ദേഹം DC ബുക്സ് മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ഇതൊരു ഗൂഢാലോചനയാണെന്നും അതിൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. അപ്പം DC ബുക്സിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. ഇപ്പം എന്താല്ലേ, ഇന്നലെ കൊണ്ടത് തീരേണ്ടതാണ്, വോട്ടെടുത്ത് കഴിയുമ്പോൾ തീരേണ്ടതാണ്. പക്ഷെ വീണ്ടും ഓരോന്നിങ്ങനെ പൊട്ടിമുളച്ച് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇലക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വയനാട് പോളിംഗ് കുറവാണെന്നാണ് പറയുന്നത്. 64.72%, ചേലക്കരയിൽ 72.77% പോളിംഗ്. ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് നമ്മുടെ വയനാട് ലോക്സഭാ മണ്ഡലം. കാരണം പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ട് അവിടെ നല്ല പോളിംഗ് ഒക്കെ ഉണ്ടാകും. കാരണം നല്ലതായിട്ട് ജനശ്രദ്ധ ആകർഷിച്ചത്, ദേശീയ തലത്തിൽ മുഴുവനായിട്ട് ജനശ്രദ്ധ ആകർഷിച്ചതാണ് പ്രിയങ്ക ഗാന്ധി. അതും ആദ്യമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ഒരു ഇതുകൊണ്ടും, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലം ആയതുകൊണ്ടും ഭയങ്കരമായിട്ട് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു മണ്ഡലമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിലെ പോളിംഗ് ശതമാനം 64% വയനാട്ടിലുള്ളത്. കഴിഞ്ഞ തവണയാണെങ്കിൽ 72%. അത് കുറഞ്ഞ് 8.2%. 2019 80.33% അപ്പോൾ ഓരോ വർഷം കുറേയും കൂടിയും വന്നുകൊണ്ടേയിരിക്കുക. ചേലക്കരയിൽ 72.77% പോളിംഗ്. 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് 4.5% കുറഞ്ഞു. അന്ന് 77.4% അപ്പോൾ ഈ പോളിംഗ് കുറഞ്ഞത് വിജയത്തെ എങ്ങനെ ബാധിക്കുമെന്ന അങ്കലാപ്പിലാണ് മുന്നണികൾ. അപ്പം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് അങ്ങനെ ആയിരുന്നു. കാരണം പ്രിയങ്ക ഗാന്ധിക്ക് കൂടുതൽ ഇത് വരും എന്നുള്ള രീതിയിലാണ്. എന്തായാലും പോളിംഗ് അവിടെ വളരെ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിന് ഇറങ്ങിയത് പോളിംഗ് വർദ്ധിപ്പിക്കുമെന്നാണ് മാധ്യമങ്ങളടക്കം കണക്കുകൂട്ടിയത്. വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ചെറുപ്പക്കാർ കുറവായിരുന്നു. രാഹുൽ ഗാന്ധിയെയും മറികടന്ന് പ്രിയങ്ക 5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷം നേടുമെന്നാണ് UDF കണക്കുകൂട്ടൽ. അപ്പം രാഹുൽ ഗാന്ധിയെക്കാളിലും കൂടുതൽ പോളിംഗ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗമായതുകൊണ്ട് കിട്ടുമെന്നാണ് അവർ കരുതിയത്. വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം മന്ദഗതിയിലായിരുന്നു. ചേലക്കരയിൽ രാവിലെ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. ഉച്ച കഴിഞ്ഞതോടെ മന്ദഗതിയിൽ. അപ്പം ഇന്നലെ വോട്ട് ചെയ്യാനായിട്ട് ആളുകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ യുവാക്കളൊക്കെ കുറവായിരുന്നു വോട്ട് ചെയ്യാൻ എത്തിയതെന്ന് പറയുന്നുണ്ട്. എന്തോ പ്രിയങ്ക ഗാന്ധി ആർക്കും ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അതോ ഇനി വോട്ട് ചെയ്യുന്നതിനോട് താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും വയനാട്ടിൽ പോളിംഗ് വളരെ കുറവായിരുന്നു. 8% വയനാട്ടിൽ പോളിംഗ് ഇടിഞ്ഞിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിലെ ഇളം തലമുറയിലെ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിനിറങ്ങിയത് പോളിംഗ് ശതമാനത്തിൽ വൻ വർധനം ഉണ്ടാക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ 5 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉയരുന്നു എന്നാണ് കരുതിയത്. അതുപോലത്തെ പ്രചരണങ്ങളായിരുന്നു അവർ നടത്തിയത്. കാരണം മാത്രമല്ല ജനങ്ങളാണെങ്കിലും ഒരുപാട് പേര് റോഡ് ഷോ നടക്കുമ്പോഴും കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു ആ സമയത്ത് അവര് റോഡ് ഷോ നടത്തിയപ്പോൾ. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയില്ല. എന്നാൽ പ്രചരണത്തിൽ കണ്ട ആവേശം പോളിംഗിൽ എങ്ങും ഉണ്ടായിട്ടില്ല. ഇന്നലെ രാവിലെ പോളിംഗ് തുടങ്ങിയത് മുതൽ വയനാട് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലത്തിലും ശതമാനം കുറവായിരുന്നു. അല്പശതമാനം മെച്ചപ്പെടുത്തി മുന്നേറിയത് മലപ്പുറം ജില്ലയിലെ ഏറനാട് മാത്രമാണ്. പിന്നെ നമ്മുടെ വോട്ടിനെത്തിയ സംവിധായകൻ ലാൽ ജോസ് പറയുന്നത് ഫലം പ്രവചനാതീതമാണെന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്നും സംവിധായകൻ ലാൽ ജോസ് പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ പണം നഷ്ടമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊണ്ടാഴി പഞ്ചായത്തിലെ മായനൂർ LP സ്കൂളിലെ 97-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണ് അദ്ദേഹം. പക്ഷേ ചേലക്കരയിലെ ഫലം പ്രവചനാതീതമാണ്. ചേലക്കരയിൽ വികസനം വേണം. കുറെ ഭരിക്കുമ്പോൾ വിമർശനം വരും. സ്കൂളുകൾ മെച്ചപ്പെട്ടു, എന്നാൽ റോഡുകൾ ഇനിയും നന്നാവണം. സർക്കാരിനെതിരെ പരാതിയില്ല. അപ്പം അദ്ദേഹം പറയുന്നത് വോട്ടിൻ്റെ ആവശ്യമൊന്നും ഇല്ല, കുറെ പണമാണ് ഇങ്ങനെ നഷ്ടമാകുന്നതെന്ന്. പിന്നെ ചേലക്കരയിൽ ഒരു മാറ്റം വരണമെന്ന്, അവിടുത്തെ ഫലം പ്രവചനാതീതമാണെന്നാണ് പറയുന്നത്. പിന്നെ അവിടെ വികസനം വേണം. സ്കൂളുകളും ഒക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷേ റോഡുകൾ ഇനിയും അവിടെ ശരിയാക്കാനുണ്ട്. പക്ഷെ സർക്കാരിനെതിരെ പരാതിയൊന്നുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക്
റിസൾട്ട് വരുമ്പം അറിയാം എന്തായിരിക്കും, വയനാട് ആരെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അടുത്ത വാർത്ത എന്താ? ട്രംപിന്റെ വാർത്ത ഒരെണ്ണം. ട്രംപ് ക്യാബിനറ്റിൽ മസ്കും വിവേക് രാമസ്വാമിയും. യുഎസിൽ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ ക്യാബിനറ്റിൽ മലയാളി ദമ്പതികളുടെ മകൻ വിവേക് രാമസ്വാമി. പുതുതായി രൂപീകരിച്ച ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ ചുമതലയാണ് വിവേക് രാമസ്വാമിക്കും ലോകത്തിലെ അതിസമ്പന്നരുടെ ടെസ്ല, സ്പേസ് എക്സ് തുടങ്ങിയവയുടെ ഉടമയുമായ എലോൺ മസ്കിനും നൽകിയിരിക്കുന്നത്. പാലക്കാട് നിന്നും കുടിയേറിയ ദമ്പതികളുടെ മകനായി 1985 ഓഗസ്റ്റ് 9 ഒഹയോയിലെ സിൻസിനാറ്റിയിലാണ് വിവേകിന്റെ ജനനം. 1970കളിലാണ് അച്ഛൻ പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശി ഗണപതി രാമസ്വാമിയും തൃപ്പൂണിത്തറ സ്വദേശി ഗീതയും യുഎസിലേക്ക് കുടിയേറിയത്. കോഴിക്കോട് NITയിൽ നിന്ന് ബിരുദം നേടിയ ഗണപതി രാമസ്വാമി ജനറൽ ഇലക്ട്രിക്സിലാണ് ജോലി ചെയ്തിരുന്നത്. മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഗീത പ്രായമേറിയ മാനസികാരോഗ്യ ചികിത്സയിലാണ്. അപ്പോൾ അതിനകത്ത് ട്രംപിന്റെ ക്യാബിനറ്റിൽ മസ്കും വിവേക് രാമസ്വാമി ഒരു ഇന്ത്യക്കാരൻ മാത്രമല്ല മലയാളിയാണ്. അപ്പോൾ അതൊരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും നല്ല കാര്യമല്ലേ നമ്മുടെ ഇന്ത്യക്കാരനെ ട്രംപ് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യക്കൊരു പ്രൗഡ് മൊമെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇന്ന് നമ്മുടെ ശിശുദിനം പോലെ തന്നെ ലോക പ്രമേഹ ദിനം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ 50 ലക്ഷത്തിൽ 4.3 ലക്ഷം പേർക്കും പ്രമേഹമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് പരിശോധിച്ചത്. ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് നമുക്ക് പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ. നമ്മൾ സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന കുറേ രോഗങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ് കഴിച്ചും ആവശ്യമില്ലാത്ത കുറേ ജീവിതശൈലികൾ കൊണ്ടുവന്ന് നമ്മൾ കുറേ രോഗങ്ങൾ വരുത്തി വെക്കും. അപ്പോൾ അതുപോലെ കേരളത്തിൽ 50 ലക്ഷത്തിൽ 4.3 ലക്ഷം പേർക്കാണ് പ്രമേഹമുള്ളത്. 30 വയസ്സിന് മുകളിലുള്ളവരെ പരിശോധിച്ചപ്പോഴാണിത് കണ്ടുപിടിച്ചത്. പലരും ലക്ഷണങ്ങൾ കണ്ടിട്ടും സമയത്ത് രോഗനിർണയം നടത്താത്തതിനാൽ കടുത്ത പ്രമേഹ രോഗികളായി. ശരിയാ, നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ അത് ചിലപ്പോൾ എനിക്ക് അതായിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടും. അങ്ങനെ പലരും പരിശോധിക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് അത്രയ്ക്ക് വയ്യാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ പോയി ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഹൈ ലെവലിലായിരിക്കും ഇതിൻ്റെ അളവെന്ന് പറയുന്നത്. ജീവിതശൈലിയും കൊഴുപ്പുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ICMR പഠന റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ജനസംഖ്യയുടെ 18% പ്രീ ഡയബറ്റീസ് കണ്ടീഷൻ രോഗികളാവുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിപ്പോൾ ശരിയായി. പണ്ട് 50 വയസ്സ് കഴിഞ്ഞവരിലാണ് പ്രമേഹം കണ്ടിരുന്നത്. പണ്ടത്തെ കാലത്ത് 50 വയസ്സായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വന്നപ്പോൾ 30 വയസ്സ് കഴിഞ്ഞവരെയും പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല 10 വയസ്സ് കഴിഞ്ഞാൽ പ്രമേഹം ബാധിക്കുകയും ചെയ്യാം. 10 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കൊക്കെ പ്രമേഹം ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. മുതിർന്നവരിൽ കാണുന്ന ടൈപ്പ് 2 പ്രമേഹം കുട്ടികളെയും ബാധിക്കുന്നു. അത് നേരത്തെ ജനിതക പ്രശ്നം കാരണമുള്ള ഇൻസുലിൻ ചികിത്സ ആവശ്യമില്ലാത്ത ടൈപ്പ് 1 പ്രമേഹമായിരുന്നു കുട്ടികൾക്ക്. പിന്നെ ഗർഭിണികളിലാണ് 53% ഉള്ളതെന്നാണ് പറയുന്നത്. സംസ്ഥാനത്തെ ഗർഭിണികളിൽ 53% പ്രമേഹത്തിന്റെ പിടിയിലാണ്. ICMRന്റെ സഹകരണത്തോടെ ഗർഭിണികളിൽ നടത്തുന്ന സർവേയിലെ കണ്ടെത്തലിലാണിത്. ജീവിതശൈലിയാണ് കാരണം. പാരമ്പര്യമായ പ്രമേഹമുണ്ടെങ്കിലും ജീവിതശൈലിയുടെ അത് മാറ്റാം. അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ നമുക്കത് ജീവിതശൈലിയിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. പുതിയ തലമുറ എന്നാൽ അതിന് ശ്രമിക്കുന്നില്ല. ഗർഭമലസൽ, അകാല പ്രസവം, രക്തസമ്മർദ്ദം, മൂത്രാശയ രോഗങ്ങൾ എന്നിവ മാതാവിനുണ്ടാവും. ഹൃദയം, തലച്ചോറ് തകരാറ്, അംഗവൈകല്യങ്ങൾ എന്നിവ കുഞ്ഞുങ്ങൾക്കുണ്ടാകാം. അപ്പോൾ ഈ ഗർഭിണികളിൽ ഇതുണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഗർഭമലസിൽ പോകാം, പിന്നെ അകാല പ്രസവം, രക്തസമ്മർദ്ദം, മൂത്രാശയ രോഗങ്ങൾ എന്നിവ മാതാവിനും, പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഹൃദയത്തിന്, തലച്ചോറിൻ്റെ തകരാറ്, അംഗവൈകല്യങ്ങൾ എന്നിവയൊക്കെ ഈ ഡയബറ്റിക്സ് മൂലം വരും എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പിന്നെ 70% ഗർഭകാല പ്രമേഹ ബാധിതരിലും ഭക്ഷണം ക്രമീകരിച്ച് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
പിന്നെ നമ്മുടെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജീമോൻ പറയുന്നത്, ഗർഭകാലം മുതൽ 1000 ദിവസം പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചാൽ 35% കുട്ടികൾക്ക് പ്രമേഹം കുറയ്ക്കാം. ഇത് അമ്മയ്ക്കും ഗുണകരമാണ്. ഇപ്പം എൻ്റെ ഒന്ന് പോയി ചെക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കാണാം, എനിക്കാണെങ്കിൽ ചായക്കകത്ത് പഞ്ചസാര ഇങ്ങനെ കലക്കി ഭയങ്കര മധുരമായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ചായയിലും അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം. പക്ഷെ അല്ലാണ്ട് എനിക്ക് സ്വീറ്റ്സ് കഴിക്കുന്ന ഇഷ്ടമല്ല. ഈ ലഡു, ജിലേബി അങ്ങനത്തെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, മടുക്കും. അങ്ങനത്തെ ഫുഡ് കഴിക്കുന്ന ഇഷ്ടം. പക്ഷെ ചായക്കകത്ത് നല്ല മധുരം വേണം. വീട്ടിലെ എപ്പോഴും പറയും ഇങ്ങനെ കുടിക്കരുത്. അതായത് എന്നെ ചായ ഇടാനായിട്ട് ഏൽപ്പിച്ചാൽ പഞ്ചസാര ഇടിപ്പിക്കില്ല. അമ്മ വന്നിട്ട് പറയും 2 സ്പൂണേ ഇടാവുള്ളൂ എന്ന് പറയും. ഞാനൊരു ദിവസം ചായ ഇട്ട് കൊടുത്ത് എൻ്റെ അമ്മ അത് ആരും കുടിച്ചില്ല. അത്രയ്ക്ക് മധുരം, ഭയങ്കര മധുരം വെച്ചാൽ ഭയങ്കര മധുരം. എനിക്ക് അങ്ങനെ ലായനി ഉണ്ടല്ലോ, അതുപോലെ ചില സമയത്ത് ഞാൻ കുടിക്കും. പിന്നെ എൻ്റെ ചേച്ചി അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്കാണെങ്കിൽ മധുരത്തോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചായ കുടിക്കുമ്പോൾ മാത്രം, അല്ലാണ്ട് മറ്റേ സ്വീറ്റ്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ കുടിച്ചാലും പ്രശ്നം ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ എങ്ങനെ രക്ഷ നേടാമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മതി. ശരിയായ ഭക്ഷണ ശൈലി ഉണ്ടാവണം. കൊഴുപ്പ് കൂടിയ ഭക്ഷണം നിയന്ത്രിക്കണം. പഴവും പച്ചക്കറിയും പ്രധാന ഭക്ഷണമാക്കണം. നടത്തം, സൈക്ലിങ് ദിനചര്യയാക്കണം. ആ ഒരു കാര്യം നമ്മുടെ ഒന്നും ലൈഫിലില്ല, നടത്തം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ആകെ നമ്മൾ നടക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അല്ലേ, ചായ കുടിക്കാൻ, പിന്നെ മുകളിലോട്ട് കയറി പോകുന്നു. ഇതല്ലാതെ നമ്മൾ നടക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ന് ലോക പ്രമേഹ ദിനമാണ്. നിങ്ങളെല്ലാവരും പോയി നിങ്ങളുടെ പ്രമേഹം ഒന്ന് പരിശോധിച്ച് നോക്കുക, എന്തെങ്കിലും ഉണ്ടോ എന്നറിയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ന്യൂസ് എന്ന് വെച്ചാൽ മഴമാപിനി, അതായത് 3 മണിക്കൂർ തോറും മുന്നറിയിപ്പ് തരുന്നത്. ഇന്നാണെങ്കിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ജാഗ്രതയിലിരിക്കുക. ഓരോ 3 മണിക്കൂറിനുള്ളിലും പെയ്യാൻ പോകുന്ന മഴയെക്കുറിച്ച് തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകാൻ ശബരിമലയിലും പമ്പയിലും മഴമാപിനി സ്ഥാപിച്ചു. അപ്പം ശബരിമലയിലെ ഓരോ 3 മണിക്കൂറിനുള്ളിലും പെയ്യാൻ പോകുന്ന മഴയെക്കുറിച്ച് ശബരിമല തീർത്ഥാടകരെ അറിയിക്കാനായിട്ട് അവിടെ മഴമാപിനി സ്ഥാപിച്ചിട്ടുണ്ട്. ലഭിച്ച മഴയുടെ തോത് വിലയിരുത്തിയാണ് പെയ്യാൻ പോകുന്ന മഴയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. കാലാവസ്ഥാ മാറ്റം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ഉതകും. വനഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ, നദിയിൽ മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും. അപ്പം വനമേഖലയിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ, അതുപോലെ നദിയിൽ വെള്ളപ്പൊക്കം, ഇതൊക്കെ അറിയാനായിട്ടും ഇതിലൂടെ സാധിക്കും. ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ കാലാവസ്ഥയാണ് നിരീക്ഷിക്കുന്നത്. അപ്പം ഈ നാളെ മുതൽ മറ്റന്നാൾ മുതൽ ഇതല്ലേ 16-ാം തീയതി മുതൽ മണ്ഡലകാലം ആരംഭിക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ബേസിൽ എന്താണ് ശബരിമല, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ കാലാവസ്ഥയാണ് നിരീക്ഷിക്കാൻ പോകുന്നത് മഴമാപിനി വെച്ച്. അപ്പോൾ അതിനകത്ത് വനഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടെങ്കിൽ അതും, മലവെള്ളപ്പാച്ചിൽ, നദിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടെങ്കിൽ അതും അറിയാനായിട്ട് സാധിക്കും. എന്തായാലും അതൊരു നല്ല കാര്യം അല്ലേ. ഓക്കെ, പിന്നെന്നാ വേറൊരു ന്യൂസ്, നെല്ല് സംഭരണത്തിന് 175 കോടി. സംസ്ഥാന സിവിൽ സപ്ലൈ കോർപ്പറേഷൻ കർഷകരിൽ നിന്നും സംഭരിച്ച നെല്ലിന്റെ സബ്സിഡിയായി 175 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഉൽപാദന ബോണസായാണ് തുക അനുവദിച്ചത്. ഈ വർഷം ഇതുവരെ നെല്ല് സംഭരണത്തിനായി നൽകിയത് 225 കോടി രൂപയാണ്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായം കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക ലഭ്യമാക്കിയത്. കേന്ദ്രത്തിന്റെ താങ്ങുവില സഹായത്തിൽ 900 കോടി രൂപ കുടിശ്ശികയാണ്. 2017 മുതലുള്ള കുടിശ്ശിക തുകയാണിത്. കേരളത്തിൽ PRS വായ്പ പദ്ധതിയിൽ കർഷകന് നെല്ലുവില ബാങ്കിൽ നിന്ന് ലഭിക്കും. പലിശയും മുതലും ചേർത്തുള്ള വായ്പ തിരിച്ചടവ് സംസ്ഥാന സർക്കാർ വഹിക്കും. കർഷകന് നൽകുന്ന ഉൽപാദന ബോണസിന്റെ വായ്പ, പലിശയും ബാധ്യതയും സംസ്ഥാന സർക്കാരാണ് തീർക്കുന്നത്. അപ്പോൾ ഈ കർഷകർക്ക് നേരത്തെ ഉള്ള ഒരു പ്രശ്നമായിരുന്നു, നെല്ല് ഇങ്ങനെ അവർക്ക് അതിന്റെ ആവശ്യത്തിനുള്ള പൈസ കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് 175 കോടി അനുവദിച്ചിട്ടുണ്ട്. കർഷകരായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് 175 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പുമായിട്ട് സംബന്ധിച്ചുള്ളതാണ്. പക്ഷെ അത് കേട്ടാൽ നമുക്ക് ഒരുപക്ഷെ കോമഡി ആയിട്ട് തോന്നാം. എന്താന്ന് വെച്ചാൽ നമ്മുടെ BJPയുടെ ചിഹ്നം എന്താ? താമരയാണല്ലോ. അപ്പോൾ
നമ്മുടെ പൂത്ത് നിന്ന് താമരയ്ക്ക് വരെയാണ് വോട്ടിൻ്റെ ഒരു ഇതിൽ കഷ്ടകാലം വന്നിരിക്കുന്നത്. കയ്യെത്തും ദൂരത്ത് പോളിംഗ് ബൂത്ത് വരുമെന്നും മത്സരിക്കുന്നവരിൽ ഒരാളുടെ ചിഹ്നം താനായിരിക്കുമെന്നും താമരപ്പൂവിന് അറിയില്ലല്ലോ. ബത്തേരി സെന്റ് മേരീസ് കോളേജിന്റെ പൂമുഖത്ത് കൂട്ടത്തോടെ വിടർന്നു താമരപ്പൂക്കൾക്കാണ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പേരിൽ തല താഴ്ത്തേണ്ടി വന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ വോട്ടർമാരെ സ്വാധീനിക്കും, താമരപ്പൂ കണ്ടാൽ വോട്ടർമാർ പോയി വോട്ട് ചെയ്യുമെന്നുള്ളത് കാരണം താമരപ്പൂവിൻ്റെ തല കൊയ്തു എന്നാണ് പറയുന്നത്. കോളേജ് അധികൃതർ പ്രത്യേകം പരിപാലിച്ചു പോകുന്നതാണ് താമരത്തോപ്പ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായിരുന്നു കോളേജ്. ബാലറ്റ് യൂണിറ്റുകളുടെ കമ്മീഷനിങ് നടന്നതും സെന്റ് മേരീസ് കോളേജിൽ തന്നെ. അന്നേ ഉദ്യോഗസ്ഥരെ കണ്ണിൽ താമരപ്പൂക്കൾ ഉടക്കിയിരിക്കണം. വോട്ടെടുപ്പിനുള്ള 3 ബൂത്തുകളും താമരപ്പൂക്കൾക്ക് സമീപത്തെ കെട്ടിടത്തിലേക്ക് മാറ്റിയതോടെ താമരത്തോപ്പ് ചർച്ചയായി. ഒരു ബൂത്താകട്ടെ തൊട്ടടുത്തും. പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നവരെല്ലാം താമരപ്പൂക്കൾ കണ്ടുവേണം അകത്ത് കയറാനെന്ന സ്ഥിതി. വോട്ടർമാരെ സ്വാധീനിച്ചേക്കാം എന്നതിനാൽ നിശ്ചിത പരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം പാടില്ലെന്നിരിക്കെ പൂക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നായി പിന്നീട് ഉദ്യോഗസ്ഥരുടെ ചിന്ത. പൂക്കൾ കളയുന്നതിനോട് നട്ടു നനച്ചവർക്ക് താല്പര്യമില്ലാത്തതിനാൽ ഷീറ്റ് ഇട്ട് മൂടാനായിരുന്നു ആലോചന. എന്നാൽ തൊട്ടയുടനെ പൂക്കൾ ഒന്നൊന്നായി നിലം പൊത്തി. അപ്പോൾ ഷീറ്റിന്റെ ആവശ്യം വേണ്ടി വന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥികളെ സ്വാധീനിക്കുമെന്ന കാരണം കൊണ്ട് താമരപ്പൂവിന് പോലും മാറ്റാൻ പറ്റില്ല. കാരണം ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടിരിക്കുകയാണല്ലോ. പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്ത് എന്തായാലും മാറ്റില്ലല്ലോ അവര്. അപ്പൊ അന്നേ ഇത് കണ്ടോണ്ടല്ലേ അവരവിടെ ആക്കിയത്. അപ്പൊ വേറെ ആക്കിയാ മതി. അതെ, തൊട്ട ഉടനെ പൂവെല്ലാം കൊഴിഞ്ഞു പോയി. കാരണം ഒരു താമരപ്പൂ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. പക്ഷെ അതങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മള് ഒരു പൂ കണ്ട് നമ്മൾ എന്തായാലും പോയി വോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ തീരുമാനിച്ചാ വരുന്ന ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അല്ലാണ്ട് നമ്മളൊരു പൂ കണ്ടിട്ട് പൂ കണ്ടതല്ലേ എന്നും പറയും നമ്മൾ പോയി എന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ മനസ്സിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം, അല്ലെ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത്തരം മണ്ടത്തരങ്ങളൊക്കെയാണ് വോട്ടെടുപ്പിൽ നടക്കുന്നത്. ഓക്കെ, അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ വനിതാ ട്രെയിനിൻ്റെ ട്രാക്ക് കടക്കുകയായിരുന്നു. അപ്പം ട്രാക്ക് കടന്നപ്പോൾ ട്രെയിൻ തട്ടി വനിതാ കണ്ടക്ടറുടെ പാദങ്ങൾ അറ്റുപോയി. ദാരുണ സംഭവം. ഇന്നലെ രാവിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്ക് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങിയ KSRTC കണ്ടക്ടർ കൊല്ലം തേവലക്കര പടിഞ്ഞാറ്റക്കര തെക്ക് ഒറ്റമാവിളയിൽ ശുഭകുമാരി അമ്മയുടെ 2 കാലുകളും കണങ്കാലിന് മുകളിൽ അറ്റുപോയി. 2 കാലുകളും. സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 9:20 റെയിൽവേ സ്റ്റേഷനിലെ 1 നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അരികിലാണ് ദാരുണ സംഭവം. കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടറായ ശുഭകുമാരി കൂട്ടുകാരിക്കൊപ്പം ഗുരുവായൂരിലേക്ക് പോകാനാണ് തൃശ്ശൂരിലെത്തിയത്. ഗുരുവായൂരിലേക്ക് പോകാൻ വന്നതാണ്. അങ്ങനെയാണ് സംഭവം. ഇവർ 9:17 2 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. 1 പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ മേൽപ്പാലം ഉണ്ടായിരുന്നെങ്കിലും ട്രാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് കുറുകെ കിടക്കാൻ തീരുമാനിച്ചെന്നാണ് സൂചന. ശരിയാ, നമ്മൾ ഈ മേൽപ്പാലം ഉണ്ടെങ്കിൽ നമ്മൾ ചിലരത് ഉപയോഗിക്കത്തില്ല. കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങി വരണം, ദൂരം, ആ ഒരു കാരണം കൊണ്ട് നമ്മൾ മേൽപ്പാലം ഉപയോഗിക്കാറ്. നമ്മൾ ജസ്റ്റ് ട്രെയിൻ പോയി കഴിയുമ്പോൾ അപ്പം തന്നെ ചാടി വന്ന് ട്രാക്കിലൂടെ വന്ന് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. വേറെ കാര്യം. പക്ഷെ അവര് കണ്ട ഒരു വഴക്ക് പറയും. പക്ഷെ അവരങ്ങനെ ശ്രദ്ധിക്കില്ല അധികം. ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ട്രെയിൻ ഇല്ല നോക്കാം, അല്ലെങ്കിൽ ഉറപ്പ് വരുത്തണം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ എപ്പോഴാണ് ട്രെയിൻ വരുന്നത്. കാരണം നമ്മുടെ ട്രെയിൻ ചെല്ലുന്നതിന് മുമ്പേ ചിലപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. പക്ഷെ നമ്മളത് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല, നമുക്കറിയത്തുമില്ല എപ്പോഴാണ് ട്രെയിൻ വരുന്നതെന്നുള്ളത്. അപ്പോൾ ആ അനൗൺസ് നമ്മൾ കേൾക്കാത്ത സാഹചര്യം. ഇപ്പോൾ ട്രെയിൻ പോയി അപ്പം തന്നെ നമ്മൾ ട്രാക്കിലൂടെ ഓടി പോകുന്നതാണ് കാണുന്നത്. ഇപ്പം ഒന്നാമത് നമ്മൾ കയറാനുള്ള ബുദ്ധിമുട്ടും കാരണം സ്റ്റെപ്പൊന്നും ഇല്ലായിരിക്കുമല്ലോ. അപ്പം നമ്മൾ പെട്ടെന്ന് എളുപ്പവഴി നോക്കുന്നതാണ്. പക്ഷെ അത് നമുക്ക് അപകടം തന്നെയാണ് വരുന്നത്. മാത്രമല്ല അവരവിടെ അനൗൺസ് ചെയ്യാറുമുണ്ട്, പിന്നെ ട്രാക്കിലൂടെ നിങ്ങൾ ക്രോസ് ചെയ്യരുത്. മേൽപ്പാലം വെച്ചിരിക്കുന്നത് ട്രാക്കിലൂടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, അതായത് അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷെ മേൽപ്പാലം ഉപയോഗിക്കാതെ ട്രാക്കിലൂടെ ക്രോസ് ചെയ്യുന്നത് തന്നെ വളരെ അപകടം പിടിച്ചൊരു പണിയാണ്. അപ്പം എന്തായാലും ഇവർ അങ്ങനെ പെട്ടെന്ന് ട്രെയിനൊന്നും വരാഞ്ഞുകൊണ്ട് ഓടിപ്പോയതാണ്, ക്രോസ് ചെയ്തതാണ്. പക്ഷേ വടക്കേയറ്റത്ത് പാഴ്സൽ ഓഫീസിനരികെ ക്ലോക്ക് റൂമിന് മുന്നിലൂടെ 2 പാളങ്ങളും കടന്ന് 1 പ്ലാറ്റ്ഫോമിന്റെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ്
ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് വേഗത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത്. പരിഭ്രാന്തയായ ശുഭകുമാരി അമ്മ പിന്നോക്കം മാറാനോ പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറാനോ കഴിയാതെ ട്രാക്കിനും ഭിത്തിക്കും ഇടയിലെ നേരിയ വിടവിൽ നിന്നു. അപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വന്നു, ഭയങ്കര സ്പീഡിൽ ട്രെയിൻ വന്നു. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായപ്പം അവരവിടെ സ്റ്റക്കായി നിന്നു. ട്രെയിനിൻ്റെ ആദ്യ കോച്ചിൻ്റെ ഫുട്ബോർഡിൽ തട്ടി കണങ്കാലിന് മുകളിൽ വെച്ച് മുറിയുകയായിരുന്നു. ഉടൻ ട്രാക്കിനും ഭിത്തിക്കും ഇടയിലെ വിടവിലേക്ക് വീണു പോയതുകൊണ്ട് ദേഹത്തും മറ്റു പരിക്കുകളില്ല. ബഹളത്തിനിടെ ട്രെയിൻ ഉടൻ നിർത്തി. എൻ്റെ അമ്മേ, അവർ സ്വയമേ വരുത്തി വെച്ചതാണത്. അവർക്ക് മേൽപ്പാലത്തിലൂടെ ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളായിരുന്നു. എന്തായാലും പെട്ടെന്ന് ട്രെയിൻ വന്നപ്പം ആൾ സ്റ്റക്കായിപ്പോയി. അതുകൊണ്ട് പിന്നെ എന്താണ്, വിടവിലേക്ക് വീണത് കൊണ്ട് എന്താണ് കൂടുതൽ അപകടം, അതായത് മരണം ഒന്നും സംഭവിച്ചില്ല. എന്തായാലും 2 കാലുകളും അറ്റുപോയിട്ടുണ്ട്. ഇപ്പം ശസ്ത്രക്രിയക്ക് വിധേയായിരിക്കണം. പിന്നെ ഇനിയെങ്കിലും ആരും ഇങ്ങനെ ട്രാക്ക് ക്രോസ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് ഓൾറെഡി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ മേൽപ്പാലം വെച്ചിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടിപ്പോകാനുള്ള ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പോൾ ആ മേൽപ്പാലം തന്നെ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തത് മൂലമാണ് ഇപ്പോൾ ഇവരുടെ ഈ ഒരു 2 കാലുകളുമാണ്, പാദങ്ങളാണ് അറ്റുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ട്രാക്കൊക്കെ ക്രോസ് ചെയ്യുക. അപ്പം നമ്മൾ മേൽപ്പാലം തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെ വേണം പറയാനായിട്ട്. അല്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാർത്ത എന്ന് വെച്ചാൽ മറ്റന്നാളാണ് മണ്ഡലകാല ആരംഭം. അപ്പം മണ്ഡലകാല തീർത്ഥാടനം മറ്റന്നാൾ മുതൽ തുടങ്ങുകയാണ്. ക്ഷേത്രത്തിൻ്റെ നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിമാരായ കണ്ഠര് രാജീവര്, കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാളെ നട തുറക്കുന്നത്. പിന്നെ നമ്മുടെ നിലയ്ക്കൽ പമ്പാ റൂട്ടിലെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് മന്ത്രി വാസവൻ പറയുന്നത്. നിലയ്ക്കൽ മുതൽ പമ്പ വരെ ചെറുവാഹനങ്ങൾക്ക് ഓടാൻ അനുമതി ലഭിച്ചതായി മന്ത്രി VN വാസവൻ. ശബരിമല തീർത്ഥാടകർക്കായി റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. അപ്പം ശബരിമല തീർത്ഥാടകർക്കായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ ചെറിയ വാഹനങ്ങൾക്ക് അനുമതിയുണ്ടെന്ന്. തീർത്ഥാടകരെ നിലയ്ക്കലിൽ നിന്ന് പമ്പയിൽ എത്തിച്ച് വാഹനം പമ്പയിൽ തന്നെ പാർക്ക് ചെയ്യാം. അപ്പം തീർത്ഥാടകർ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് അവരെ കൊണ്ടുപോകാം. എന്നിട്ട് വാഹനം പമ്പയിൽ തന്നെ അവർക്ക് പാർക്ക് ചെയ്യാനും പറ്റും. പ്രതിദിനം 500 വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടും. ഇതിൽ കൂടുതലായാൽ മാത്രം പോലീസ് തടയുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് ദിവസം 500 വാഹനങ്ങൾ ഇങ്ങനെ കടത്തിവിടും. പിന്നെ ഇതിൽ കൂടുതലായെങ്കിലേ പോലീസ് തടയുകയുള്ളൂ എന്നാണ് മന്ത്രി പറയുന്നത്. പിന്നെ സുരക്ഷാ സേനയ്ക്കായിട്ട് പോലീസിനെ ഒരുക്കുന്നുണ്ട്. 2.60 കോടിയുടെ ഭക്ഷണം. അതായത് മണ്ഡല മകരവിളക്ക് കാലത്ത് സേനാ വിഭാഗങ്ങൾക്കായിട്ട് ശബരിമലയിൽ പോലീസ് ഒരുക്കുന്നത് 2.60 കോടി രൂപയുടെ ഭക്ഷണമാണ്. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, എരുമേലി, മണിയാർ, പുല്ലുമേട് എന്നിവിടങ്ങളിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര സേനാംഗങ്ങൾ, ഇതര സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർ, എക്സസൈസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവർക്കാണ് പോലീസ് ഭക്ഷണം ഒരുക്കുന്നത്. അപ്പോൾ ശബരിമലയിൽ ഡ്യൂട്ടിയുള്ള ഇത്രയും ആൾക്കാർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. പിന്നെ ശബരിമല മെസ് നടത്തുന്നതിന് 3 കോടി ഗ്രാന്റ് അനുവദിക്കണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ തിരക്ക് കൂടിയാൽ ദർശന സമയം 1 മണിക്കൂർ വരെ കൂട്ടുന്നതിൽ പരിഗണിക്കുമെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ട്. മണ്ഡല മകരവിളക്ക് കാലത്ത് സന്നിധാനത്ത് തിരക്ക് വർദ്ധിച്ചാൽ ദർശന സമയം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗങ്ങളായ A അജിത് കുമാർ, G സുന്ദരേശൻ എന്നിവർ അറിയിച്ചിട്ടുണ്ട്. അപ്പം ദിവസം 70,000 പേര് വെർച്വൽ ക്യൂ വഴി പ്രവേശിപ്പിക്കും. 10,000 പേർക്ക് തത്സമയ ബുക്കിങ്ങും അനുവദിക്കും. അപ്പോൾ അതിൽ കൂടുതലാവുകയാണെങ്കിൽ ദർശന സമയം 1 മണിക്കൂർ നീട്ടുമെന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത വാർത്ത എന്താ? അടുത്ത ഡൽഹിയിൽ നമ്മൾ കഴിഞ്ഞ ന്യൂസിലൊക്കെ പറഞ്ഞായിരുന്നു അവിടെ വായു മലിനീകരണം കൂടുകയാണെന്ന്. അപ്പം ഡൽഹിയിൽ കനത്ത പുകമഞ്ഞ് വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നു. ശൈത്യകാലത്തെ കൊടും തണുപ്പിനൊപ്പം കനത്ത പുകമഞ്ഞും അന്തരീക്ഷത്തെ ആവരണം ചെയ്തതോടെ
ഡൽഹി നിവാസികളുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളെയും പുകമഞ്ഞ് മറച്ചതോടെ 10 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 0 മീറ്റർ വിസിബിലിറ്റി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് റൺവേയിൽ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ വിമാനം വഴിതിരിച്ചു വിടുകയായിരുന്നു. പുകമഞ്ഞ് കാരണം ഡൽഹിയിൽ വാഹനങ്ങള് വഴിതിരിച്ചു വിമാനങ്ങള് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. പിന്നെ എന്താണ്, 36 നിരീക്ഷണ സ്റ്റേഷനുകളിൽ 30ലും വായു നിലവാരം രൂക്ഷമായ വിഭാഗത്തിലായിരുന്നു. അപ്പം ഇപ്പോഴും ഇവിടെ വായു മലിനീകരണവും ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ദീപാവലിക്ക് ശേഷമാണ് ഇത്രയും വായു മലിനീകരണം വന്നത്. അപ്പം അവിടുത്തെ 2-3 ദിവസമായിട്ട് ഇത് തന്നെയാണ് പറയുന്നത്, വായു മലിനീകരണം ഉണ്ടെന്ന്. പിന്നെ ഇപ്പൊ കൂട്ടത്തില് പുകമഞ്ഞും കൂടി വന്നിട്ടുണ്ട്. എന്താ ചെയ്യല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നായിരുന്നു നമ്മുടെ മണിപ്പൂര്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു അതിൽ 5 പേരെ കണ്ടെത്തിയെന്നും, പക്ഷെ 2 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലും കണ്ടെത്തിയെന്ന്. അപ്പം വീണ്ടും മണിപ്പൂരിൽ കാണാതെ പോയ അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയെന്നാണ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോയ 6 പേർക്കായിട്ട് തെരച്ചിൽ ഊർജിതമായിട്ട് നടക്കുകയാണ്. മണിപ്പൂരിലെ ജിരിബാമിയിലുള്ള അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 8 പേരിൽ ഇനിയും വിവരമൊന്നും ലഭിക്കാത്ത 6 മെയ്തേയ്കളെ മോചിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തിരച്ചിലും സമവായ ചർച്ചകളും ശക്തമാക്കി. ക്യാമ്പിൽ നിന്നും കാണാതായവരിൽ 3 സ്ത്രീകളും 3 കുട്ടികളുമാണുള്ളത്. ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും കുക്കികൾ തട്ടിക്കൊണ്ടുപോയ മെയ്തേയ്കളായ 2 പുരുഷന്മാരെ കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. ഇരുവരുടെ മൃതദേഹങ്ങൾ ചൊവ്വാഴ്ച കണ്ടെത്തി. ഇവരോടൊപ്പം കാണാതായ മറ്റ് 2 പേരെ കുക്കികൾ വിട്ടയക്കുകയോ സ്വയം രക്ഷപ്പെടുത്തുകയോ ചെയ്തു. കാണാതായ 3 കുട്ടികളെയും 3 സ്ത്രീകളെയും മോചിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട എല്ലാവരുമായും ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മണിപ്പൂർ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സംയുക്ത സേന തെരച്ചിൽ ഊർജിതമാക്കി. ഇത്തരം തട്ടിക്കൊണ്ടുപോകലുകൾ മുമ്പും നടന്നിട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതമായി മടങ്ങിയെത്തിയിട്ടുമുണ്ടെന്നും സർക്കാർ അവകാശപ്പെട്ടു. കഴിഞ്ഞ 7-ന് CRPFുകാരുമായി ഏറ്റുമുട്ടലിൽ കുക്കികളുടെ അവാന്തര വംശമായ ഹമാർ ഗോത്രക്കാരായ 11 പേരെ വെടിവെച്ച് കൊന്നതിന്റെ പിറ്റേന്നാണ് ജിരിബാമിലെ ക്യാമ്പിൽ നിന്നും 8 പേരെ തട്ടിക്കൊണ്ടുപോയത്. 6 പേർക്കായിട്ടാണ് ഇപ്പൊ തെരച്ചിൽ നടത്തുന്നത്. നമ്മളിങ്ങനെ പറയുന്ന ഇതുവരെയും കേന്ദ്രം പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇവര് തട്ടിക്കൊണ്ടുപോയത് തന്നെ പിന്നെ സുരക്ഷിതമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് അവിടുത്തെ സർക്കാർ അവകാശപ്പെടുന്നത്. ആ സർക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്താണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ അവര് ഇതുപോലത്തെ മാരക ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇപ്പൊ ഒരു കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓരോ തവണയും പ്രശ്നങ്ങൾ, അവരാണെങ്കിൽ പ്രശ്നം ഉണ്ടായി ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വരെ നിലപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞതാണ്, 2 പെൺകുട്ടികൾ നഗ്നരായിട്ട് ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം അത്രയ്ക്കും രൂക്ഷമായി ഇത് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ടും 3 സ്ത്രീകളും 3 കുട്ടികളും അവിടെ കണ്ട 3 സ്ത്രീകളും 3 കുട്ടികളും, കുട്ടികളെയും സ്ത്രീകളെയും പോലും വെറുതെ വിടാതെ അവര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതായത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്ന് നോക്കുന്നതിന് പകരം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. എന്താണ്, കത്തിക്കരിഞ്ഞ നിലയിലൊക്കെയാണ് മൃതദേഹം കിട്ടുന്നത്. അപ്പം അത്ര ക്രൂരമായിട്ടാണ് അവര് പെരുമാറുന്നത്. അപ്പം നമുക്ക് എന്ത് പറയണമെന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം ഇവരാണെങ്കിൽ പ്രതികരിക്കുന്നുമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയാണെങ്കിൽ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. മറ്റു രാജ്യങ്ങളിലെ സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹം സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം, കണ്ടില്ല എന്ന് നടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം ഒന്ന് പോയി എന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അദ്ദേഹം അതിന് ശ്രമിക്കുന്നില്ല. എന്തായാലും വീണ്ടും പ്രക്ഷോഭം കൂടിക്കൊണ്ട് ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പം അദ്ദേഹം എത്രയും പെട്ടെന്നൊരു മാർഗം ഇതിന് കാണണം എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിക്കാൻ പോവുകയാണ്. എന്തല്ലേ, മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച എത്ര സിനിമയുണ്ട്? 2020 ഹരികൃഷ്ണൻസ് ഉണ്ട്, പിന്നെ വേറെ ഉണ്ടല്ലോ, കടല് കിടന്നൊരു മാത്തുക്കുട്ടി, ഇതിനകത്തില്ലേ, ഗസ്റ്റ് റോള്, അങ്ങനെ കുറെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവര് നമ്മുടെ 2020ക്ക് ശേഷം 11 വർഷത്തിന് ശേഷം
രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കാൻ പോവുകയാണ്. ഇന്ന് മോഹൻലാൽ കൊളംബോയിലേക്ക് പോകും. അടുത്ത ദിവസം കൊച്ചിയിൽ നിന്ന് മമ്മൂട്ടിയും കൊളംബോയിലേക്ക് പോകും. ഇരുവരും താമസിക്കുന്നത് ഒരേ ഹോട്ടലിലാണ്. ഒരേ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയാണ് രണ്ടുപേരും. മലയാള സിനിമയിലെ 2 സൂപ്പർ താരങ്ങൾ ഒന്നിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ നരസിംഹത്തിനകത്തും ഗസ്റ്റ് റോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഗസ്റ്റ് റോളല്ല, രണ്ടുപേരും 2020-ലും ഹരികൃഷ്ണൻസിലും എങ്ങനെയായിരുന്നു അങ്ങനത്തെ റോളാണ് ചെയ്യാൻ പോകുന്നത്. മഹേഷ് നാരായണനാണ് സംവിധായകൻ. മമ്മൂട്ടിയും മോഹൻലാലും നായക വേഷത്തിലെത്തിയത് ഒടുവിലത്തെ ചിത്രം 2008 റിലീസ് ചെയ്ത 2020 ആയിരുന്നു. ഇപ്പോൾ ഇവർ വീണ്ടും ഒരുമിച്ചെത്തുകയാണ്. ശ്രീലങ്ക, UK, അസർബൈജാൻ, ദുബായ്, ഡൽഹി, ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിങ്ങനെ വിശാലമാണ് പുതിയ ചിത്രത്തിൻ്റെ ഷെഡ്യൂള്. അപ്പോൾ കരൺ ജോഹറിൻ്റെ ചിത്രങ്ങളുടെ ക്യാമറാമാനായ മാനുഷാണ് ഛായാഗ്രഹൻ. അപ്പോൾ എല്ലാവരും ആരാധകർക്ക് ഭയങ്കര ആവേശത്തിലായിരിക്കും. കാരണം മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒന്നിക്കും. എനിക്ക് ആ മമ്മൂട്ടിയുടെ മോഹൻലാൽ നരസിംഹത്തിനകത്തെ 2020-ലെയും ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയല്ലേ. അപ്പോൾ അവർ വീണ്ടും രണ്ടുപേരും നായകന്മാരായിട്ട് ഒന്നിക്കാൻ പോകുന്നത്. അതായത് 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടുപേരും ഒന്നിക്കാൻ പോകുന്നത്. അതൊരു നല്ല കാര്യം തന്നെ അല്ലേ. നല്ല അടിപൊളി ഒരു പടമായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കഴിഞ്ഞ മാസം ആയിരുന്നു നമ്മുടെ ബ്രിട്ടീഷ് റോക്ക് ബാൻഡായ കോൾഡ് പ്ലേ കൺസേർട്ട് നടത്തിയത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പം വീണ്ടും അവർ ഒരു കൺസേർട്ടും കൂടെ ഉണ്ടെന്ന് അന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2025 ജനുവരി 25 അഹമ്മദാബാദിലാണ് അവർ വീണ്ടും അവരുടെ കോൺസേർട്ട് നടത്തുന്നത്. അപ്പം അന്നത്തെ ആ ടിക്കറ്റ് അധികം ആൾക്കാർക്കൊന്നും കിട്ടിയില്ല. കാരണം ഓൺലൈൻ വഴിയാണെങ്കിലും ടിക്കറ്റ് വേഗമാണ് ബുക്ക് ചെയ്ത് പോയത്. കുറേ പേർക്കൊന്നും ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ അഹമ്മദാബാദിലുള്ള അവരുടെ കോൺസേർട്ടിൽ ടിക്കറ്റ് കിട്ടും. അതായത് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. കോൾഡ് പ്ലേയുടെ സംഗീത പരിപാടിക്ക് ഇന്ത്യയിൽ പുതിയൊരു സംഗീത പരിപാടി കൂടി പ്രഖ്യാപിച്ചു. 2025 ജനുവരി 25 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ബാൻഡിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേദി ഒരുങ്ങുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേദിയാണ് കോൾഡ് പ്ലേയുടെ 2025 ജനുവരി 25 മ്യൂസിക് ഓഫ് സ്ഫിയർ ലോക പര്യടനത്തിൻ്റെ ഭാഗമായാണ് കോൾഡ് പ്ലേ രാജ്യത്തെത്തുന്നത്. അപ്പം മ്യൂസിക് ഓഫ് സ്ഫിയർ എന്ന ലോക പര്യടനം, അതായത് വേൾഡ് ടൂറിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ഈ ബാൻഡ്സ് എല്ലാം ഇങ്ങനെ വേൾഡ് ടൂർ നടത്താറുണ്ട്. അങ്ങനെ വേൾഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് അവർ ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ജനുവരി 18, 19, 21 തീയതികളിൽ മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംഗീത പരിപാടിയുടെ ടിക്കറ്റ് വിൽപ്പന അരമണിക്കൂറുകൾക്കകം വിറ്റഴിഞ്ഞിരുന്നു. അപ്പം ജനുവരി 18, 19, 21 തീയതികളിൽ ഈ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംഗീത പരിപാടിയുടെ ടിക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് അരമണിക്കൂറുകളിലാണ് വിറ്റ് തീർന്നത്. എന്ത് പെട്ടെന്ന് വിറ്റ് തീർന്നത്. സെപ്റ്റംബറിൽ നടന്ന ടിക്കറ്റ് വിൽപ്പന ഇതോടെ വിവാദത്തിലുമായി. കരിഞ്ചന്തയും കേസുമായും വിവാദം സൃഷ്ടിച്ച മുംബൈ പരിപാടിയുടെ ഇൻഫിനിറ്റി ടിക്കറ്റ് സെയിൽ ഈ മാസം 22 നടക്കാനിരിക്കെയാണ് 4ാമത് ഒരു വേദി കൂടി ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ വെർച്വൽ ക്യൂബിൽ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും ടിക്കറ്റ് കിട്ടാതെ നിരാശയിലായവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. വിൽപ്പന ബുക്ക് മൈ ഷോ വഴി ഈ മാസം 16 ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. അപ്പോൾ 16 വരുമ്പോൾ മറ്റന്നാൾ അല്ലേ, മറ്റന്നാൾ 12-ാം തീയതി ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും. അപ്പം എല്ലാവർക്കും ടിക്കറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുക്കുക. അത്യാവശ്യം നല്ല കാശ് 3000 രൂപയ്ക്ക് ലോക്കൽ ടിക്കറ്റൊക്കെ കിട്ടുമായിരിക്കാം. എന്തായാലും എല്ലാവരും പോയി കോൾഡ് പ്ലേയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു BTS ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, അതറിയോ? അതുപറയില്ല. ഓക്കെ, എന്തായാലും ഇത്തവണ കോൾഡ് പ്ലേയുടെ ടിക്കറ്റ് എല്ലാവർക്കും കിട്ടും. ഓക്കെ, പിന്നെന്താ വെച്ചാൽ നമ്മുടെ പീപ്പിൾ മാഗസിൻ്റെ സെക്സിയസ്റ്റ് മാനായി ഹോളിവുഡ് നടനും സംവിധായകനുമായ ജോൺ ക്രസൻസ്കി, അദ്ദേഹത്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത് ദ സെക്സിയസ്റ്റ് മാനായിട്ട്. ദി ലേറ്റ് ഷോ വിത്ത് സ്റ്റീഫൻ കോൾബാർട്ട് പരിപാടിക്കിടെയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. അപ്പം അദ്ദേഹം സംവിധാനം ചെയ്ത് അഭിനയിച്ച ഇഫ് എന്ന സിനിമയാണ് ഈ വർഷം ഇറങ്ങിയത്. അതിൻ്റെ ഒരു ബേസിലാണ് അദ്ദേഹത്തിനെ ദ സെക്സിയസ്റ്റ് മാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ,
നമുക്ക് വേറെ വാർത്തയിലേക്ക് പോവാം. വേറൊരു രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 13 മുതൽ. ഓ, 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് നടക്കും. 15 തിയേറ്ററുകളായിട്ടാണ് മേള നടക്കുന്നത്. 180 സിനിമകൾ പ്രദർശിപ്പിക്കും. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ 14 സിനിമകളാണുള്ളത്. സംവിധായകൻ ജിയോ ബേബി, ചെയർമാനും നടി ദിവ്യപ്രഭ, സംവിധായകരായ ഫാസിൽ റസാഖ്, വിനു കോളിച്ചൽ, തിരക്കഥാകൃത്ത് PS റഫീഖ് എന്നിവരുടെ അംഗങ്ങളായ കമ്മിറ്റിയാണ് ചിത്രങ്ങൾ തിരഞ്ഞെടുത്തത്. ഓ, നമ്മുടെ സംവിധായകൻ ജിയോ ബേബിയാണ് ഇപ്പം ചെയർമാൻ. നേരത്തെ നമ്മുടെ ചെയർമാൻ രഞ്ജിത്ത് ആയിരുന്നു. അദ്ദേഹം വിവാദത്തിൽ ഏർപ്പെട്ട് രാജിവെച്ചിരുന്നു. അപ്പോൾ പുതിയ ചെയർമാൻ ഡയറക്ടർ ജിയോ ബേബിയാണ്. അപ്പോൾ രാജ്യാന്തര ചലച്ചിത്രമേള 29ാമത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയാണ് ഡിസംബർ 13 മുതൽ ആരംഭിക്കുന്നത്, 20-ാം തീയതി വരെ. അപ്പം ബുക്കിങ്ങിന്റെ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് ഭയങ്കര സ്പീഡിലായിരിക്കും ഇതിന്റെ ബുക്കിംഗ് നടക്കുന്നത്. മരിയ പോയിട്ടുണ്ടോ? ഇല്ലേ? ബെസ്റ്റ്. നല്ല ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. അത് പോകണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആണത്. കാരണം നമ്മൾ നൈറ്റ് ഒക്കെ നല്ല അടിപൊളി ഷോസ് ഒക്കെ ഉണ്ട്. പിന്നെ പകലെന്ന് വെച്ചാൽ സിനിമ നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് സിനിമ കാണണമെന്നുള്ളത്. അതുപോലത്തെ, അതായത് ലോകത്തുള്ള എല്ലാ ഭാഷകളും ഉണ്ട്. നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷകളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നമ്മളിരുന്ന് കണ്ടുപോകും. കാരണം അതുപോലെ, അതായത് ഇപ്പം പലയിടത്തായിരിക്കും തിയേറ്റർ ഉള്ളത്. അപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവർക്കൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ രാവിലെ 8 to 9 വരെ എങ്ങാണ്ട് സിനിമ ബുക്ക് ചെയ്യാനുള്ള ടൈം. ആ ടൈമിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള തിയേറ്ററിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആ സിനിമ സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇഷ്ടമുള്ളൊരു സീറ്റ് കിട്ടും. പക്ഷെ നമ്മൾ ആ ഒരു 1 hourനുള്ളിൽ ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കണം. അതായത് ഈ ബുക്ക് ചെയ്ത ആൾക്കാരെ എല്ലാം കയറ്റിയതിന് ശേഷം സീറ്റ് ഉണ്ടെങ്കിൽ ഇവർ ക്യൂ നിന്നാണ് നമ്മളെ അകത്തേറ്റത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഇഷ്ടം പോലെ സിനിമ കാണാം. ഇപ്പം ടാഗോറിലാണെങ്കിൽ നമ്മൾ വേറൊരു സിനിമ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചിലപ്പം കലാഭവനിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും, ഏതെങ്കിലും ഒരു തിയേറ്ററിലായിരിക്കും അവർ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ ആ സിനിമ കാണാൻ പോകാനായിട്ടുള്ള ഓട്ടോ. കാരണം ഈ സിനിമ തീർന്ന് അപ്പം തന്നെ മറ്റേ സിനിമ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ. പിന്നെ അവിടുന്ന് ബസ്സുണ്ട്, ഫ്രീ ബസ്സുണ്ട്. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ട്, അതുകൊണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകണം. ഞങ്ങൾ സാധാരണ നടന്നാണ് പോയിട്ടുള്ളത്. പിന്നെ നൈറ്റ് ആണെങ്കിൽ സംഗീതജ്ഞന്മാരുടെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അന്ന് പോയ സമയത്ത് നമ്മുടെ ആകാശമായവളെ പാട്ട് പാടിയ, എന്തായിരുന്നു പുള്ളിന്റെ പേര്? പേര് ഞാൻ മറന്നുപോയി. ഷാനവാസോ എന്താ അങ്ങനെ എന്തോ അല്ലേ? ആളുടെ പാട്ടുണ്ടായിരുന്നു. അപ്പം പിന്നാണെങ്കിൽ നമ്മുടെ സിനിമാ നടന്മാർ വരുമല്ലോ. പിന്നെ അവരെ കാണാനായിട്ട് കുറേ പേരിങ്ങനെ തിരക്ക്. കഴിഞ്ഞ പ്രാവശ്യമായിരുന്നെങ്കിൽ കുഞ്ചാക്കോവനും ടോവിനോയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറേ സെഷൻസ് കാണും. ഈ ഡയറക്ടർമാരുമായിട്ട് വെച്ച് കുറേ സെഷൻസ് നടത്തും, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അവരോട് ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യമൊക്കെ ചോദിക്കാം. അങ്ങനെ കുറേ പരിപാടികൾ ഒക്കെ. നൈറ്റ് ആണെങ്കിൽ കുറേ ബാൻഡ്സിന്റെ പരിപാടികൾ കാണും. അപ്പം എന്തായാലും സിനിമ കാണുകയും ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് നൈറ്റിലെ പരിപാടിയൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യാനും പറ്റും. കാരണം നല്ല ഒരു പുതിയൊരു അനുഭവമായിരിക്കും. കാരണം നമുക്ക് പരിചയമില്ലാത്ത കുറേ പേരെ നമ്മൾ അവിടെ കാണും. അപ്പം നമ്മൾ കൂടെ പഠിക്കുന്നവരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് അവരുമായിട്ട് പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയാവും. അപ്പം അങ്ങനെയൊക്കെയുള്ള നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ നമുക്ക് വേറൊരു പല ഭാഷകളിലെ സിനിമകളാണ് കാണുന്നത്. അപ്പം നമുക്ക് അതിൽ തന്നെ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലാത്തപ്പോൾ നമ്മൾ കൊറിയ, ചൈന, ജാപ്പനീസ്, ഹിന്ദി, മലയാളം അങ്ങനത്തെ ഒക്കെ അല്ലേ കേട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത വേറെ കുറേ ഭാഷകൾ കാണും. അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാനുള്ള പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നടീനടന്മാർ വന്ന് സിനിമയെ കുറിച്ച് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെയും അവരെ പറയുന്നതിലും കേട്ട് നമുക്ക് അവരോട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ 13 മുതലാണ്. പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ബുക്ക് ചെയ്ത് പോകേണ്ടി വരും. സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡെലിഗേറ്റ് കാൻഡിഡേറ്റ്സിന്റെ ഇതുണ്ട്. അപ്പൊ അതിന് 500 രൂപയാണ് ബുക്ക് ചെയ്യുന്നതിന്. പക്ഷെ നമുക്ക് ഇതില്ലാത്തതുകൊണ്ട്, സ്റ്റുഡൻസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ 1000 രൂപ കൊടുത്ത് വേണം ചെയ്യാൻ. പിന്നാണെങ്കിൽ താമസ സൗകര്യം ഉണ്ട്. കൂടെ എന്നൊക്കെ പറയുന്ന സർക്കാരിന്റെ ഇതുണ്ട്. അപ്പൊ അവിടെ ഫ്രീ ആണ്. അവിടെ നമുക്ക് താമസ സൗകര്യമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷും കൊടുത്ത് നിൽക്കാം. ഞങ്ങളാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു. പിന്നെ വേറെ 2-3 പേരുണ്ടായിരുന്നു. അവരാണെങ്കിൽ റൂം എടുത്താന്ന്. അപ്പൊ വലിയ അധികം കാശൊന്നുമില്ല. 3-4 പേര് നിൽക്കാൻ
നിൽക്കുവാണെങ്കിൽ, ഒരു റൂമിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് അധികം ബഡ്ജറ്റ് ആവില്ല. ഓക്കെ, എന്തായാലും എല്ലാവരും രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് പോവുക. നമുക്ക് സ്പോർട്സിലേക്ക് പോയാലോ? എന്താണ് സ്പോർട്സിൽ ഇന്നലെ ആയിരുന്നു സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള മത്സരം. അപ്പം സെഞ്ചുറി നേടിയ തിലക് വർമ്മയുടെ മികവിൽ ഇന്ത്യ മികച്ച സ്കോർ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3 T20 ക്രിക്കറ്റിൽ ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് 219 റൺസ് എടുത്തു. 56 പന്തിൽ 107 റൺസ് നേടി പുറത്താകാതെ നിന്ന തിലക് വർമ്മയുടെ ബാറ്റിംഗിൽ 8 4-ഉം 7 6-ഉമാണ് ബൗണ്ടറി കടന്നത്. അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറിയുമായി ഫോമിലെത്തിയപ്പോൾ സഞ്ജു സാംസൺ തുടർച്ചയായ 2ാം മത്സരത്തിൽ 0-ന് പുറത്തായി. അപ്പൊ സഞ്ജു സാംസന്റെ നമ്മള് ഇവിടെ ആണെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നു. സഞ്ജു സാംസൺ ജയിക്കണം, 10 വർഷമായിട്ട് ഇവിടെ ഫീൽഡിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണ് കുറച്ചും കൂടെ അവസരങ്ങൾ കിട്ടിയത്. അപ്പം ആ ഒരു ഇത്, പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ട് 2 സെഞ്ചുറി നേടുന്ന ഒരു ക്രിക്കറ്റിൽ നേടിയ താരം കൂടിയായിരുന്നു സഞ്ജു. പക്ഷെ ഇന്നലെ ഔട്ടായി പോയി. അതൊരു ഇതായിപ്പോയി. പക്ഷെ എന്നാലും ജയിച്ചു. അഭിഷേക് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി, സഞ്ജു വീണ്ടും 0. അയ്യോ. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ നായകൻ എയ്ഡൻ മാർക്രം ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഈ തീരുമാനം ശരിയെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ജാൻസൺ എറിഞ്ഞ ആദ്യ ഓവർ. 2ാം പന്തിൽ സഞ്ജു ക്ലീൻ ബൗൾഡ്. എന്നാൽ ഈ വീഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മ ചേർന്നതോടെ സ്കോർ അനായാസം ഉയർന്നു. 107 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും സ്ഥാപിച്ചത്. 25 പന്തിൽ 3 4-ഉം 5 6-നും അകമ്പടിയിൽ 50 റൺസ് നേടിയ അഭിഷേകിനെ കേശവ് മഹാരാജ് പുറത്താക്കി. ഹെൻറി ക്ലാസനാണ് ക്യാച്ച് നേടിയത്. കൊള്ളാം. അതെ, പക്ഷെ എന്നാലും സഞ്ജുവിന്റെ കാര്യം ഇന്ത്യക്കാരെ അല്ല, നമ്മളെ മലയാളികളെ സംബന്ധിച്ച് അതൊരു വിഷമമുള്ള കാര്യമാണ്. സഞ്ജുവിന് 0 കിട്ടിപ്പോയത്. എന്തായാലും അഭിഷേക് ശർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കരുത്. റാഷിദ് ലത്തീഫ് ഇന്ത്യ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിലും ഇനി പാകിസ്ഥാൻ പങ്കെടുക്കരുതെന്നും ഇന്ത്യയുമായുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും പാക് ക്രിക്കറ്റ് ബോർഡ് അവസാനിപ്പിക്കണമെന്നും പാകിസ്ഥാൻ മുൻ താരം റാഷിദ് ലത്തീഫ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനായി ടീം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ലത്തീഫിന്റെ പ്രതികരണം. ഇപ്പം ഇന്നലെ നമ്മൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ ക്വറ്റ റെയിൽവേ സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഉണ്ടായത്. അപ്പം അതിന്റെ ബേസ് ചെയ്തിട്ട് പാകിസ്ഥാനിലേക്ക് ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ത്യ ടീം പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സുരക്ഷിതമല്ലാത്തൊരു രാജ്യത്തേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ടീം പോകുന്നത് എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാകിസ്ഥാനിലേക്ക് വരില്ല എന്നുള്ളത്. അപ്പം അതിൻ്റെ ബേസിൽ ഇപ്പം ക്രിക്കറ്റ് ബോർഡ് പാകിസ്ഥാനിന്റെ മുൻ താരം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയോടൊപ്പം ഇനി പാകിസ്ഥാൻ കളിക്കരുത് എന്നാണ്. ഇന്ത്യക്ക് പാകിസ്ഥാനിൽ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയോട് കളിക്കാനും താല്പര്യമില്ല. PCBയുടെ തലപ്പത്ത് ഞാനായിരുന്നെങ്കിൽ ഈ തീരുമാനം പണ്ടേ എടുത്തേനെ. അപ്പം ഇന്ത്യക്ക് പാകിസ്ഥാനോട് കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ പാകിസ്ഥാനും ഇന്ത്യയോട് കൂടെ കളിക്കാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അദ്ദേഹമായിരുന്നു ഇതിൻ്റെ PCBയുടെ തലപ്പത്തെങ്കിൽ ഈ തീരുമാനം അദ്ദേഹം പണ്ടേ എടുത്തേനെ എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഇന്ത്യക്കൊപ്പം പാകിസ്ഥാൻ ഇനി ക്രിക്കറ്റ് കളിക്കരുതെന്നാണ് മുൻ പാകിസ്ഥാൻ താരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ PV സിന്ധുവിന് കുറമോട്ടോ മാസ്റ്റേഴ്സ് 500 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പ്രീ ക്വാർട്ടറിൽ സിന്ധുവിന് ജയം ലഭിച്ചിട്ടുണ്ട്. ലക്ഷ്യാസെൻ പുറത്ത്. തായ്ലൻഡിൻ്റെ ബുസാനൻ ഒഗ്ബാം ബ്രുക്മാനെ സിന്ധു ആദ്യ മത്സരത്തിൽ തോൽപ്പിച്ചപ്പോൾ മലേഷ്യയുടെ ലിയോങ് യുൻഹോയാണ് ലക്ഷ്യയെ വീഴ്ത്തിയത്. അപ്പോൾ എന്തായാലും 500 ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ സിന്ധു പ്രീ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് അധികമൊന്നും ഇതിനകത്ത് കൂടുതലും ഉള്ളത് മറ്റേ സെഞ്ചുറിയൻ തിലകിനെ കുറിച്ചാണ്. പിന്നെ ഓൾ ടൈം സൂപ്പർ സ്റ്റാറായിട്ട് 3 ഫോർമാറ്റിലും കേരളത്തിൻ്റെ ടോപ്പ് സ്കോററായി സച്ചിൻ ബേബി എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ക്രിക്കറ്റിലെ റൺ വേട്ടയുടെ അമരത്ത് ഇനി സച്ചിൻ ബേബി ഒറ്റയാൻ. ഇന്നലെ ഹരിയാനയ്ക്കെതിരായ മത്സരത്തിൽ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന കേരള താരമായതോടെ 3 ഫോർമാറ്റിലും കേരളത്തിൻ്റെ ഏറ്റവും ഉയർന്ന റൺ വേട്ടക്കാരൻ സച്ചിനെ. അപ്പോൾ ഇന്നലത്തെ
രഞ്ജി ട്രോഫിയിലെ ഏറ്റവും അധികം റൺസ് നേടുന്ന കേരള താരമായിട്ട് മാറിയിരിക്കുകയാണ് സച്ചിൻ ബേബി. 94-ാം രഞ്ജി ട്രോഫി മത്സരത്തിലാണ് സച്ചിൻ രോഹൻ പ്രേമിനെ മറികടന്ന് രഞ്ജിയിലെയും ടോപ്പ് സ്കോററായത്. ശരാശരി 40.42. ഇതിൽ 14 സെഞ്ചുറികളും 26 അർദ്ധ സെഞ്ചുറികളുമാണ് ഉൾപ്പെടുന്നത്. ഒരു ഇരട്ട സെഞ്ചുറിയുമുണ്ട്. സെഞ്ചുറികളിലും റെക്കോർഡ് സച്ചിന് സ്വന്തം. അപ്പോൾ സെഞ്ചുറിയിലും സച്ചിൻ റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന കേരള താരവും ആയിട്ട് നമ്മുടെ സച്ചിൻ ബേബി എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശമെല്ലാം കവർ ചെയ്തു അല്ലേ? അപ്പം ഇന്ന് ഞങ്ങൾ അത്യാവശ്യം എല്ലാ വാർത്തകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ടാറ്റ, ബൈ ബൈ.